നമസ്കാരം. ഏവർക്കും എല്ലാ ഞായറാഴ്ചകളിലുമുള്ള മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 22, 2026 ഞായർ. അങ്ങനെ നമ്മൾ ഈ മാസത്തെ 4ാമത്തെ ആഴ്ചയിലേക്കും കൂടാതെ അവസാന ആഴ്ചയിലേക്കും പ്രവേശിക്കുകയാണ്. വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം US സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്ന ട്രംപ് താരിഫിനെതിരായിട്ടുള്ള വിധിയും കൂടാതെ US ഇറാൻ ടെൻഷൻസ് തുടങ്ങി പ്രധാനമായും 8 ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കും ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയും. അവയെക്കുറിച്ചൊക്കെ വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ഫിനാൻഷ്യൽ മെറ്റൽ സ്റ്റോക്കുകളിൽ തുടർന്ന വെള്ളിയാഴ്ച കൈവരിക്കുവാൻ സാധിച്ച നേട്ടത്തിന്റെ ഫലമായിട്ട് നിഫ്റ്റിക്ക് കഴിഞ്ഞ ആഴ്ചയിൽ വീക്ക്ലി ബേസിസിൽ 0.4% നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഈ ആഴ്ചയിലെ നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ ഒത്തിരിയേറെ കാലങ്ങളായി ഗ്ലോബൽ മാർക്കറ്റ് എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റും കാത്തിരുന്നതായിരുന്നു US കോടതിയുടെ ഭാഗത്ത് നിന്നും ട്രംപ് താരിഫിനെതിരെ വരേണ്ടിയിരുന്ന വിധി. ഒത്തിരിയേറെ തവണകൾ ഈ കേസ് US കോടതിയുടെ ഭാഗത്ത് നിന്നും മാറ്റിവെക്കപ്പെടുകയുണ്ടായി. എന്നാൽ വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിനു ശേഷം സർപ്രൈസ് ആയിട്ട് തന്നെ US കോടതിയുടെ ഭാഗത്ത് നിന്നും ട്രംപിന്റെ സ്വീപ്പിംഗ് താരിഫിനെ തള്ളിക്കൊണ്ട് പരിപൂർണമായിട്ട് തന്നെ അദ്ദേഹം ഈ ഒരു വർഷമായി നടപ്പിലാക്കിക്കൊണ്ടിരുന്ന വിവിധ രാജ്യങ്ങൾക്കുള്ള വിവിധ തരം താരിഫുകൾ എടുത്തു കളഞ്ഞുകൊണ്ടുള്ള വിധി US കോടതിയുടെ ഭാഗത്ത് നിന്ന് വരികയുണ്ടായി. ഇത് US മാർക്കറ്റിനെ മാത്രമല്ല ഗ്ലോബൽ മാർക്കറ്റിനെ ആകമാനം സർപ്രൈസ് ആക്കുകയും ചെയ്തു. തൽഫലമായി വെള്ളിയാഴ്ച US മാർക്കറ്റിനും അന്നേരം വ്യാപാരം നടന്നുകൊണ്ടിരുന്ന യൂറോപ്യൻ മാർക്കറ്റ്സിലൊക്കെ പ്രതിഫലിക്കുകയും ചെയ്തു. മാത്രമല്ല നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റിയിലും ഈ ഒരു സുപ്രീം കോടതി വിധിയുടെ പ്രതിഫലനവും പ്രകടമാവുകയും ചെയ്തു. കാരണം ശനിയാഴ്ച രാവിലെ 2:45 320 പോയിന്റുകളുടെ നേട്ടത്തോടു കൂടിയിട്ടാണ് ഗിഫ്റ്റ് നിഫ്റ്റിയും വ്യാപാരം അവസാനിപ്പിക്കുകയും ഉണ്ടായത്. മാത്രമല്ല നിലവിലെ സിറ്റുവേഷൻ പ്രകാരം അനലിസ്റ്റുകളും എക്സ്പെർട്ടുകളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നതും നാളെ ഇന്ത്യൻ മാർക്കറ്റിൽ 300 മുതൽ 400 പോയിന്റുകൾക്കിടയിലുള്ള ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് തന്നെയാണ്. മറ്റുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ. എന്നിരുന്നാൽ കൂടിയും പിന്നീട് US പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും 10% അധിക താരിഫ് എല്ലാ ലോകരാജ്യങ്ങൾക്കും ഒരേപോലെ തന്നെ പ്രഖ്യാപിക്കുകയുണ്ടായി. പിന്നീട് വീണ്ടും താരിഫിൽ 5% വർധനവ് പ്രഖ്യാപിച്ചുകൊണ്ട് മൊത്തത്തിൽ 15% അഡീഷണൽ താരിഫ് എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഒരേപോലെ തന്നെ നടപ്പിലാക്കുമെന്നുള്ള പ്രഖ്യാപനം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വരികയുമുണ്ടായി. മാത്രമല്ല US സുപ്രീം കോടതിയെയും ജഡ്ജികളെയും അദ്ദേഹം രൂക്ഷമായി തന്നെ വിമർശിക്കുകയും ചെയ്തു. എന്നിരുന്നാൽ കൂടിയും ഈ വരുന്ന ആഴ്ചയിൽ US കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്ന ഈ ഒരു വിധിയും തുടർന്ന് ട്രംപിന്റെ ഭാഗത്ത് നിന്ന് വന്ന 15% പുതിയ താരിഫുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനത്തിന്റെ പ്രതിഫലനങ്ങൾ തന്നെയായിരിക്കും ഗ്ലോബൽ മാർക്കറ്റിനെ എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെയും ഏറ്റവും വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം. എന്തൊക്കെയായാലും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതി നിലവിലെ സ്വീപ്പിംഗ് താരിഫ് എടുത്തു കളഞ്ഞു. കൂടാതെ ട്രംപ് 15% താരിഫ് വീണ്ടും പ്രഖ്യാപിച്ചെങ്കിലും ഇന്ത്യൻ മാർക്കറ്റിനെ പുതിയ താരിഫ് സാരമായ രീതിയിൽ തന്നെ മോശമായ രീതിയിൽ ബാധിക്കുകയില്ല. കാരണം നിലവിലെ ടേംസ് അനുസരിച്ച് ഇന്ത്യ US ട്രേഡ് ഡീൽ നടപ്പിലാവുകയായിരുന്നെങ്കിൽ ആകെ 18% താരിഫായിരുന്നു ഇന്ത്യക്ക് നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നതും അതിൽ നിന്നും 3% കുറവ് പ്രായോഗികമായിട്ട് തന്നെ നമുക്കിപ്പോൾ ലഭിക്കുന്നുമുണ്ട്. കഴിഞ്ഞ വ്യാഴാഴ്ച ഇന്ത്യൻ മാർക്കറ്റിൽ അതിശക്തമായ സെല്ലിംഗ് പ്രഷർ അനുഭവപ്പെടുകയുണ്ടായി US ഇറാൻ പ്രശ്നങ്ങൾ രൂക്ഷമായതിനെ തുടർന്ന്. എന്നാൽ വ്യാഴാഴ്ച രാത്രി US പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്നും വീണ്ടും 10 ദിവസത്തെ കാലാവധി ഇറാന് നീട്ടി നൽകിയതിനാൽ തന്നെ പിന്നീട് മാർക്കറ്റിന് കൂൾ ഓഫ് ആകാനും സാധിക്കുകയും ചെയ്തു. എസ്പെഷ്യലി വെള്ളിയാഴ്ച നമുക്കത് മാർക്കറ്റിൽ അനുഭവപ്പെടുകയും ഉണ്ടായി. എങ്കിലും പിന്നീട് വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വീണ്ടും US പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഇറാനെതിരെ ഫ്രഷ് വാർണിംഗുകൾ പുറപ്പെടുവിക്കുകയും ചെയ്തു. ബെറ്റർ ആയിട്ടുള്ള നെഗോസിയേഷൻ വഴി ഫെയർ ആയിട്ടുള്ള ഒരു ഡീൽ നടന്നില്ലെങ്കിൽ ശക്തമായ നടപടികൾ ഇറാൻ നേരിടേണ്ടി വരുമെന്നുള്ള സൂചനകളും അദ്ദേഹം നൽകുകയുണ്ടായി. ഇതിനെ തുടർന്ന് പ്രസിഡന്റ് ട്രംപിന്റെ ഓർഡർ വന്നതിനെ തുടർന്ന് യുഎസിന്റെ എയർക്രാഫ്റ്റ് കാരിയർ ആയിട്ടുള്ള ജെറാൾഡ് ആർ ഫോർഡ് ഷിപ്പ് മെഡിറ്ററേനിയൻ സീയിലേക്ക് പ്രവേശിക്കുകയും ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ ഇറാനും യുഎസും തമ്മിൽ ബന്ധപ്പെട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ആയിരിക്കും രണ്ടാമതായി നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതുകൊണ്ട് തന്നെ യുഎസും ഇറാനും തമ്മിലുള്ള പുതിയ ഡെവലപ്മെന്റ്സുകൾ കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയും ഇരിക്കുന്നു. ഈ ആഴ്ചയിൽ ഇന്ത്യയിൽ നിന്നും പ്രധാനപ്പെട്ട മാക്രോ ഇക്കണോമിക് ഡാറ്റകളുടെ റിലീസ് ഒന്നും തന്നെയില്ല. ആകെയുള്ള ഒരു പ്രധാനപ്പെട്ട ഇവന്റ് വെള്ളിയാഴ്ച 27-ാം തീയതി നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം 4 മണിയോട് കൂടിയിട്ടാണ് Q4 GDP ഗ്രോത്ത് റേറ്റിന്റെ റിലീസ് ഉള്ളത്. മാത്രവുമല്ല ഈ ആഴ്ചയിൽ യുഎസിൽ നിന്നും പ്രധാനപ്പെട്ട ഇവന്റുകളൊന്നും നിലനിൽക്കുന്നതുമില്ല. കഴിഞ്ഞ ആഴ്ചയിൽ ഇറാൻ US പ്രശ്നങ്ങൾ അതിരൂക്ഷമായതിനെ തുടർന്ന് ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ അതിശക്തമായ ഉയർച്ച ഗ്ലോബൽ മാർക്കറ്റിൽ ആകമാനം അനുഭവപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും എസ്പെഷ്യലി ഹോർമുസ് കടലിടുക്കിലൂടെ 13 മില്യൺ ബാരലാണ്
പെർ ഡേയിൽ കടന്നു പോകുന്നത്. ഇത് ഏകദേശം ലോകത്താകമാനം ഉപയോഗിക്കുന്ന ക്രൂഡ് ഓയിലിന്റെ 31% വരികയും ചെയ്യും. ആയതിനാൽ തന്നെ ഇറാനും യുഎസും തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ രൂക്ഷമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പലുകളുടെ സഞ്ചാരത്തിന് തടസ്സം നേരിടുമെന്നുള്ളതിനാൽ തന്നെ ഒരുപക്ഷെ ക്രൂഡ് ഓയിലിന്റെയും ബ്രെന്റ് ക്രൂഡിന്റെയും വിലയിൽ അതിശക്തമായ ഉയർച്ചയ്ക്കും അത് കാരണമാക്കും. ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഉണ്ടാകുന്ന ഉയർച്ച ഇൻഫ്ലേഷനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഗ്ലോബൽ മാർക്കറ്റിനെ എന്ന പോലെ തന്നെ അത് ഇന്ത്യൻ മാർക്കറ്റിനെയും വളരെ വലിയ രീതിയിൽ തന്നെ സ്വാധീനിക്കും. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ആഴ്ചയിലും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റക്കുറച്ചിലുകളും ഇന്ത്യൻ മാർക്കറ്റിനെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുകയും ചെയ്യും. കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ സെല്ലിംഗ് തുടരുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ ആഴ്ചയിലെ 5 ട്രേഡിംഗ് സെഷനുകളിൽ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും അവർ ബൈങ് നടത്തിയെങ്കിലും തിങ്കൾ, വ്യാഴം, വെള്ളി ട്രേഡിംഗ് സെഷനുകളിൽ നടത്തിയ സെല്ലിംഗിനെ തുടർന്ന് 2700 കോടി രൂപയ്ക്ക് മുകളിൽ കഴിഞ്ഞ ആഴ്ച അവർ സെല്ലിംഗ് നടത്തുകയുണ്ടായി. അതേസമയം 2 ട്രേഡിംഗ് സെഷന് കൊണ്ട് 2100 കോടി രൂപയ്ക്ക് മുകളിൽ ബൈയിങ്ങും നടത്തി. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ആഴ്ചയിൽ ഏകദേശം 400 കോടി രൂപയ്ക്ക് മാത്രമേ നെറ്റായിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് സെല്ലിംഗ് വരികയും ഉണ്ടായുള്ളൂ. മാത്രവുമല്ല ഈ അടുത്ത കാലത്തെ ഏറ്റവും കുറഞ്ഞ തുകയ്ക്കാണ്, അതായത് ഈ മാസം ആകെ 2000 കോടി രൂപയ്ക്ക് മാത്രമേ നെറ്റ് സെല്ലേഴ്സ് ആയിട്ട് അവർ തുടരുന്നുമുള്ളൂ. വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ കാര്യമായ തുകയ്ക്ക് ബൈയിങ് നടത്തിയില്ലെങ്കിൽ കൂടിയിട്ടും അവരുടെ ഭാഗത്തു നിന്നുള്ള സെല്ലിങ്ങിന് ഒരു അയവ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ മാർക്കറ്റിന് ഗുണകരമായി തന്നെ മാറും. അതുകൊണ്ട് തന്നെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ആക്ഷൻസും കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. ഒരു മാസത്തിനടുത്ത കാലമായി ഇന്ത്യൻ മാർക്കറ്റിൽ ക്വാർട്ടർ 3 ഏർണിംഗ്സിന്റെ പ്രകമ്പനമായിരുന്നു മാർക്കറ്റിൽ ചലനങ്ങൾ സൃഷ്ടിച്ചതെങ്കിൽ കഴിഞ്ഞ ആഴ്ചയോടുകൂടി ക്വാർട്ടർ 3 ഏർണിംഗ്സുകളുടെ പര്യവസാനമാവുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം ഈ ആഴ്ച മുതൽ വീണ്ടും ഇന്ത്യൻ പ്രൈമറി മാർക്കറ്റ് ആക്റ്റീവ് ആകാൻ പോകുന്ന കാഴ്ചകളാണ് കാണുവാനായിട്ടും സാധിക്കുക. എസ്പെഷ്യലി മെയിൻ ബോർഡിലേക്ക് 3 IPOസിൽ നിന്നായിട്ട്, അതായത് ക്ലീൻമാക്സ് എൻവീരിയോ എനർജി സൊല്യൂഷന്റെയും ജ്വല്ലറി സെഗ്മെന്റിൽ നിന്ന് PNGS റേവ ഡയമണ്ട് ജ്വല്ലറിയുടെയും ഒമിനിടെക് എഞ്ചിനീയറിംഗ് തുടങ്ങി 3 IPOസിൽ നിന്നായിട്ട് 4063 കോടി രൂപയാണ് കളക്റ്റീവ്ലി റേസ് ചെയ്യാൻ വേണ്ടി പോകുന്നതും. കൂടാതെ SME സെഗ്മെന്റിൽ നിന്ന് 4300 കോടി രൂപ മൂല്യം വരുന്ന IPOയുടെ ഇഷ്യൂവും ഈ വരുന്ന ആഴ്ചയിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഹിറ്റ് ചെയ്യുന്നതിനാൽ തന്നെ ഇന്ത്യൻ പ്രൈമറി മാർക്കറ്റിന്റെ പെർഫോമൻസും നമ്മുടെ മാർക്കറ്റിന്റെ ഗതിവിധികളെ സാരമായ രീതിയിൽ തന്നെ ബാധിച്ചേക്കാം. കഴിഞ്ഞ വ്യാഴാഴ്ച നിഫ്റ്റിക്ക് നേരിടേണ്ടി വന്ന അതിശക്തമായ സെല്ലിങ്ങിനെ തുടർന്ന് എല്ലാ കീ മൂവിംഗ് ആവറേജുകളിലുമുള്ള സപ്പോർട്ട് നഷ്ടപ്പെടുകയുണ്ടായി. 200-ഡേ EMA മാറ്റി നിർത്തി കഴിഞ്ഞാൽ. അതിനാൽ തന്നെ ഈ വരുന്ന ആഴ്ചയിലും നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഡൗൺ സൈഡിലേക്ക് 25,250 എന്ന ലെവൽ വളരെ ക്രൂഷ്യലാണ്. കാരണം ഈ ലെവലിലായിട്ടാണ് നിഫ്റ്റിയുടെ 200-ഡേ EMA നിലനിൽക്കുന്നതും. എന്നാൽ അതേസമയം നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം അപ്പർ സൈഡിലേക്ക് 26,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ മറികടന്നുകൊണ്ട് ഈ ലെവലിന് മുകളിലായിട്ട് നിലനിന്നെങ്കിൽ മാത്രമേ മുന്നോട്ടൊരു പ്രയാണം സാധ്യമാവുകയുമുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, അനലിസ്റ്റുകളുടെയും എക്സ്പെർട്ടുകളുടെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എഡ്യൂക്കേഷൻ പേർപ്പസിനു വേണ്ടിയിട്ടാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയും ഉണ്ടായത്. അവസാന 2 ആഴ്ചകളിലെ കൺസോളിഡേഷനു ശേഷം ക്രൂഡ് ഓയിലിന്റെ പ്രൈസിലുണ്ടായ വർധനവിനെ തുടർന്ന് അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ ദുർബലപ്പെടുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും കഴിഞ്ഞ ആഴ്ചയിൽ സാധിച്ചിരുന്നത്. 90.40നും 90.80നും ഇടയിലായിട്ടാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ത്യൻ രൂപ അമേരിക്കൻ ഡോളറിനെതിരെ വ്യാപാരം നടത്തുകയും ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അനലിസ്റ്റുകളുടെയും എക്സ്പെർട്ടുകളുടെ അഭിപ്രായങ്ങൾ പ്രകാരം ഈ വരാൻ പോകുന്ന ആഴ്ചയിൽ ഒരുപക്ഷെ ഇന്ത്യൻ രൂപ 90.80നും 91.40നും ഇടയിൽ നിന്നുകൊണ്ട് വ്യാപാരം നടത്താനുള്ള സാധ്യതകളാണ് ഏറെയുമെന്നാണ് അവരുടെ നിഗമനവും. ഇതിനെല്ലാം പുറമെ ഇന്ത്യ വിക്സ് നമ്മൾ കീനായിട്ട് തന്നെ വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ വീണ്ടും ഇന്ത്യ വിക്സ് വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയുമായി അതിശക്തമായ ഉയർച്ച തന്നെ രേഖപ്പെടുത്തുകയുമുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഘടകങ്ങളെയൊക്കെ ആശ്രയിച്ചിരിക്കും വരാൻ പോകുന്ന ആഴ്ചയിൽ ഇന്ത്യൻ മാർക്കറ്റിന്റെ ഗതിയും. ഇനി നമുക്ക് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ മ്യൂച്വൽ ഫണ്ട് ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് വിതരണം ചെയ്യുന്നതിനായി SBI ഫണ്ട് മാനേജ്മെന്റുമായി വിതരണ കരാറിൽ ബാങ്ക് ഏർപ്പെട്ടു. യൂണി അബെക്സ് അലോയി പ്രൊഡക്ട്സ് കമ്പനി താനെയിലെ ഭൂമി 257.88 കോടി രൂപയ്ക്ക് വിറ്റു. ഭാരത് ഇലക്ട്രോണിക്സ് പ്രതിരോധ സ്വദേശിവൽക്കരണം ശക്തിപ്പെടുത്തുന്നതിനായി സാസ്മോസുമായി തന്ത്രപരമായ ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കുകയുണ്ടായി. തായ്ലോർമെയ്ഡ് റിന്യൂവബിൾസ് ഫണ്ട് സ്വരൂപിക്കുന്നതിനായിട്ടുള്ള നിർദ്ദേശം പരിഗണിക്കുന്നതിനും അംഗീകരിക്കുന്നതിനുമായി കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് ഫെബ്രുവരി 24-ന് ചൊവ്വാഴ്ച യോഗം ചേരുമെന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. NHPC കേന്ദ്രഭരണ പ്രദേശമായ ജമ്മു ആൻഡ് കാശ്മീരിലെ 2 ജലവൈദ്യുത പദ്ധതികൾക്കായുള്ള നിക്ഷേപത്തിന് കമ്പനിയുടെ ബോർഡ് അംഗീകാരം നൽകുകയുണ്ടായി. ആകെ 5,000
1702.92 കോടി രൂപയുടെ അടങ്കൽ തുകയാണ് കമ്പനി ഇതിനായിട്ട് മാറ്റിവെക്കുന്നതും. ശ്രീ ബാലാജി വാൽവ് കോമ്പോണന്റ്സ് സൗദി അറേബ്യയിൽ നിന്ന് 4.25 ലക്ഷം $ന്റെ കയറ്റുമതി ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ഫിനോ പേയ്മെന്റ്സ് ബാങ്ക് സ്മോൾ ഫൈനാൻസ് ബാങ്ക് ആയിട്ട് മാറാനുള്ള RBIയുടെ അംഗീകാരം സ്ഥാപനത്തിന് ലഭിച്ചു. നെയ്പ് റോൾ ഇൻട്രീം ഡിവിഡന്റ് നൽകുവാനായിട്ടുള്ള തീരുമാനമെടുക്കുവാൻ വേണ്ടി ഫെബ്രുവരി 25-ന് ബോർഡ് മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. SBI ലൈഫ് ഇൻഷുറൻസ് കമ്പനി ഇൻട്രീം ഡിവിഡന്റ് നൽകുവാനായിട്ടുള്ള തീരുമാനമെടുക്കുവാൻ വേണ്ടി ഫെബ്രുവരി 25-ന് ബോർഡ് യോഗം ചേരും. മീഡിയ വൺ ഗ്ലോബൽ എന്റർടൈൻമെന്റ് Q3 ഏർണിംഗ്സ് കമ്പനി പ്രസിദ്ധീകരിക്കുകയുണ്ടായി. കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 7 ലക്ഷം രൂപ നെറ്റ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്ത കമ്പനി ഇത്തവണ 1.10 കോടി രൂപയുടെ നെറ്റ് ലോസ് റിപ്പോർട്ട് ചെയ്യുകയുമുണ്ടായി. കൂടാതെ സെയിൽസിലും 43.21% ഇടിവാണ് റിപ്പോർട്ട് ചെയ്യുകയുമുണ്ടായത്. ഏവർക്കും ശുഭ സായാഹ്നം നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.